കുറച്ച് മൈക്രോ അഗ്രഷൻ, മിനി ക്രൂവൽറ്റി എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മുടെ വേഴ്സ്റ്റ് ബിഹേവിയർ റിസർവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള സ്ത്രീകളോടാണ്, പ്രത്യേകിച്ച് വീട്ടിലുള്ളവരോട്. കഴിഞ്ഞ ദിവസവും ഞാൻ ഇന്നലെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ പരിചയപ്പെട്ടത് ജെൻസി തന്നെയാണ്. അപ്പോൾ അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞപ്പോൾ അവിടെയും മദർ ഇൻ ലോയെ സിസ്റ്റർ ലോയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്ന് വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വുമൻ സപ്പോർട്ടിങ് വുമൻ, അപ്പോൾ നമ്മൾ സ്വയം അനലൈസ് ചെയ്യുക, ആർ യു എ വുമൻസ് വുമൻ? വുമൻസ് വുമൻ ആകുമ്പോൾ നമ്മൾ അനുഭവിച്ച ആ കഷ്ടപ്പാടുകളും ബോണ്ടേജും മറ്റുള്ളവർ കഷ്ടപ്പെടരുതും എന്നുള്ള ചിന്താഗതിയാണ്. ദാറ്റ് ഈസ് ദ തോട്ട് ദാറ്റ് ഐ വിൽ ബി എ സപ്പോർട്ടീവ് വുമൻ ടു ദി അതർ യങ്ങർ ജനറേഷൻ. അല്ലാതെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു അതുകൊണ്ട് ബാക്കിയുള്ളവർ കഷ്ടപ്പെടണം എന്നുള്ളതല്ല. ഇപ്പോൾ ടുഡേ സ്റ്റാൻഡിങ് ഹിയർ വി ആർ സെലിബ്രേറ്റിംഗ് ദ എക്സ്ട്രോർഡിനറി സക്സസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ലോകം മൊത്തം സുനിത വില്യംസ്, ഷി ഹാസ് സ്റ്റേഡ് 9 months ഇൻ സ്പേസ് അല്ലേ, പിന്നെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയവർ, പിന്നെ അരുന്ധതി റോയ്, ഒരുപാട് അച്ചീവേഴ്സ്. ഇപ്പം നൈക്കയുടെ ഫൗണ്ടറുണ്ട് ഫാൽഗുനി നായർ, ദെൻ വിനീത സിംഗ്, സോ മെനി, കിരൺ മസൂം, ദർശ, സോ മെനി. പക്ഷെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് വുമൻ ഹു ആർ ബ്രോക്കൺ ദ ജെൻഡർ ബാരിയേഴ്സ് ടു അച്ചീവ് ഗ്രേറ്റ്നസ്. അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്ന മെമ്മോറിയൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു സെൻറ്റൻസ്. ഒരു ഭാഗത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഭാഗത്ത് കഷ്ടപ്പെടുന്ന, ടോർച്ചർ ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ട് ഇവിടെ ഒരു രീതിയിലും വോയിസ് കേൾക്കാൻ ഒരിടമില്ലാത്ത എത്രയോ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ആഴ്ച വായിച്ച ഏറ്റവും നല്ലൊരു മെമ്മോയറാണ് കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികൾ, റിട്ടൺ ബൈ ദ ഫേമസ് റൈറ്റർ ബാബു എബ്രഹാം. ഒരു വർഷം കൊണ്ട് 57th പ്രിൻ്റാണ് ഞാൻ ഒരു വർഷം കൊണ്ട് വിറ്റുപോയത്. 57th പ്രിൻ്റാണ് ഞാൻ വാങ്ങിയത്. കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികൾ എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹം കമ്പിളിക്കണ്ടം എന്ന് പറയുന്നത് ഇടുക്കിയിലെ ആ മലയോര പ്രദേശം, ഹൈ റേഞ്ചിൽ ഒരു അമ്മ നന്ദികുന്നയിൽ മേരിയും അവരുടെ 4 മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയ കഥ. അതായത് ഹസ്ബൻഡ് ഒരു ആൽക്കഹോളിക് ആയിരുന്നു, ഹസ്ബൻഡ് ഇട്ടുപോയി. ഈ മേരി 4 മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയ ആ പോരാട്ടത്തിൻ്റെ കഥയാണ് എഴുതിയിരിക്കുന്നത്. മദർ മേരി കംസ് ടു മീയിലും ഒരു മേരിയുണ്ട്. പക്ഷെ ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള, ഹൃദയം തകർക്കുന്ന, ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു മെമ്മോയർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എത്രയോ നന്ദികുന്നേൽ മേരിമാരും, അവർ മരിച്ചത് 2000-ലാണ്. അങ്ങനെ എത്രയോ അറിയപ്പെടാത്ത അൺസങ് ആയിട്ടുള്ളവരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അപ്പോൾ ഈ ഒരു വനിതാ ദിനം നമ്മൾ അവർക്കും വേണ്ടി ഒരു വോയിസ് നമ്മൾ നൽകണം, അവർക്കും ഒരു സ്പേസ് അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ ചിന്ത കൊണ്ടോ വരുത്തണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത് ഇപ്പോൾ മേരി റോയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് അടുത്തൊരു ചിന്ത പറയാനുള്ളത്, മേരി റോയുടെ ഒരു ഹിസ്റ്റോറിക് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആയിരുന്നു റൈറ്റ് ടു ഇൻഹെറിറ്റൻസ്. പെൺമക്കൾക്കും പിതാവിൻ്റെ സ്വത്തിൽ തുല്യ അവകാശം, ഈക്വൽ. അത് എത്രമാത്രം ഇപ്പോഴും പ്രാക്ടിക്കലായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹിസ്റ്റോറിക് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും തുല്യ അവകാശമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ ചർച്ചകളും ഞാൻ ഇന്ന് വന്നപ്പോൾ പറയായിരുന്നു, കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം പ്രായോഗികമാകുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ രണ്ടാമത് ഡിസിഷൻ മേക്കിങ്ങിൽ എത്രമാത്രം സ്ത്രീകൾക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും പല കുടുംബങ്ങളിൽ, ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ കണ്ട കുടുംബങ്ങളിൽ എൻ്റെ ചുറ്റുപാടും സ്ത്രീകൾക്ക് അത്ര വലിയ വോയിസ് ഇല്ല. ഇപ്പോഴും ഒരു പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് തന്നെയാണ്. കുറച്ച് പേര് അത് ബ്രേക്ക് ചെയ്തൊക്കെ മുന്നോട്ട് വരുന്നുണ്ടാവും. എന്നിരുന്നാലും ഇപ്പോഴും വളരെ സൈലൻ്റ് ആയിട്ട്, ഹെൽപ്ലെസ് ആയിട്ട് അവരുടെ കണ്ടീഷനിങ് കൊണ്ടോ പല സൊസൈറ്റി ആ സ്ട്രക്ചർ കൊണ്ട് അങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഐ വോണ്ട് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ ദ ടോപ്പിക് പെരിമെനോപോസ്. കാരണം 40s കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ അബവ് 45 ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. ഈ എൻറ്ററിങ് ഇൻ ടു ഫെർട്ടിലിറ്റി ഈസ് സെലിബ്രേറ്റഡ് സ്പ്രിംഗ് പോലെ, ബട്ട് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഫെർട്ടിലിറ്റി ടോട്ടൽ സൈലൻസ് ആണ്. ഇതെന്തുകൊണ്ടാണ്? ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ എൻ്റെ മദർ ഇത് അനുഭവിച്ചിട്ടുണ്ട്. ബട്ട് ദർ വാസ് നോ ലാംഗ്വേജ്, ദർ വാസ് നോ കമ്മ്യൂണിക്കേഷൻ, ഷെയിം, ബ്ലെയിം, ഗിൽറ്റ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസവും വീട്ടിൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എൻ്റെ തന്നെ ഏജിലുള്ള ലേഡിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം ഈ ഹോട്ട് ഫ്ലഷ് കൊടുത്ത് ഈ സമയം വേർത്തും സഹിക്കാൻ വയ്യാത്ത ഉമ്മലിതൊക്കെ ആയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഉറക്കവുമില്ല, അവരും ആകെ കഷ്ടപ്പെടുകയാണ്. സ്ലീപ്ലെസ്നെസ്സും ഇമോഷണൽ ഔട്ട്ബേസ്റ്റും മെൻ്റൽ ഫറ്റീഗും, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ചുറ്റുപാടുമുള്ളവരോട് പറയുമ്പോൾ അവർ പറയുന്ന ഫസ്റ്റ് സെൻറ്റൻസ്, ഇതൊക്കെ പണ്ടത്തെ തലമുറയ്ക്കും ഉണ്ടായിരുന്നല്ലോ, അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ദെൻ വൈ ദിസ് ഹ്യൂ ആൻഡ് ക്രൈ നൗ? വൈ ദിസ് ഹ്യൂ ആൻഡ് ക്രൈ നൗ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത്
ജെൻ ആൽഫ ആയിട്ടാണ്. ജെൻ ആൽഫ എന്ന് പറയുമ്പോൾ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഞാനൊരു 7 ആനുവൽ ഡേയ്സ് കഴിഞ്ഞു, ഇന്നലെ തന്നെ 2 ആനുവൽ ഡേ. അപ്പോൾ ഈ ജെൻ ആൽഫ ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർക്ക് വെൻ വി വെയർ WW നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലൊന്നും അവർക്ക് കേൾക്കട്ടെ, അവർക്ക് മനസ്സിലാവത്തില്ല, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പേരൻറ്റിങ്ങിലും ഇപ്പം നമ്മുടെ കാലഘട്ടം നമ്മൾ മക്കളെ വളർത്തുന്നത് ടു ഗെറ്റ് ദം പ്രിപ്പയർഡ് ടു ദ വേൾഡ് ആസ് ഇറ്റ് ഈസ് എന്നാണ്, ആസ് ഇറ്റ് വാസ് എന്നല്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പം നമ്മൾ ഹൈ സ്പീഡ് സൂപ്പർ സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ AI-യുടെ ഒക്കെ കാലഘട്ടത്തിൽ. അപ്പം നമ്പർ 1 വി ആർ എ സൊസൈറ്റി ആൻഡ് കൾച്ചർ പ്രൊമോട്ടിങ് ഇൻഡിപെൻഡൻറ്റ് വുമൻ. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ബോൾഡ്, തൻ്റെ ഇടം, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇതിൽ കുറേ ദർ ഇസ് എ കോസ്റ്റ് ഫോർ ദാറ്റ് ടു ബി ബോൾഡ്. ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എൻ്റെ ഇപ്പോൾ ഈ 48 ഇയേഴ്സിൽ ഞാൻ നന്നായി ഇപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പെരിമെനോപോസ് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റസ് ബി, ഈ WHO തന്നെ ടാഗ് ലൈൻ തന്നെ ലെറ്റസ് സ്റ്റോപ്പ് എന്നാണ്. ഇതിനെയൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യണം. ഇതൊക്കെ ഒരു നാണക്കേടോ ഒന്നുമല്ല. ഇത് നോർമലൈസ് ചെയ്താൽ, പ്രോപ്പർ അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ നോട്ട് ബി സെൽഫ് ഡിസ്ട്രക്റ്റീവ്, but it can reinvent yourself in 40s and you can be the goddess of your life. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ ആൻഡ് അവയർനെസ് നമ്മൾ കൊണ്ടുവരണം ആസ് വുമൻ. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, അവർ റെസ്പോൺസിബിലിറ്റി. അങ്ങനെയാകുമ്പോൾ ഒരു 2 ജനറേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും 2 ജനറേഷൻ കഴിയുമ്പോഴത്തേക്കും ഇത് ഉണ്ടാവത്തില്ല. അപ്പോൾ സെലിബ്രേറ്റിംഗ് ഇൻഡിപെൻഡൻറ്റ് വുമൻ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ കോസ്റ്റ് ഫോർ ദാറ്റ്. പിന്നെ രണ്ടാമത് നമ്മൾ ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. ഈ AI-യുടെ ഒക്കെ കാലത്ത് ഹൈ സ്പീഡ്, എല്ലാത്തിനും നമ്മൾക്ക് ഇൻഫർമേഷൻ ബൊംബാർഡ്മെൻ്റ് ആണ്. ഇപ്പോൾ ആമസോൺ കാണണോ, നെറ്റ്ഫ്ലിക്സ് കാണണോ, ഇപ്പോൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു, അത് വായിക്കണോ, ഇനി അടുത്തത് ആർക്ക് ഫോർവേഡ് ചെയ്യും, വേണ്ടതുമായ ബൊംബാർഡ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഓൾറെഡി നമ്മൾ കൺഫ്യൂഷനിലാണ്. അതിനും പോരാഞ്ഞിട്ട് ഇതെല്ലാം കൂടിയായിട്ട് നമുക്ക് ബ്രെയിൻ റെസ്റ്റ് ഇല്ല, ബ്രെയിൻ ഫോഗ്. പിന്നെ മൂന്നാമത് പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫുഡ്, നാച്ചുറൽ ഫുഡൊക്കെ ആയിരുന്നു പണ്ട് ഈ ഹെൽത്തി ആയിട്ടുള്ള. ഇപ്പോൾ ഈ ബർഗറും സാൻഡ്വിച്ചും ഫാസ്റ്റ് ഫുഡും കാർബണേറ്റഡ് ആയിട്ടുള്ളതും ഷുഗേഴ്സും റിഫൈൻഡ് ഓയിൽസ് ഒക്കെ കൊണ്ട് ഫുഡും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നാലാമത് ഇതിൻ്റെ ഒക്കെ മീതെയാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്. ഹൗ യു ഷുഡ് ബി, ദിസ് ഈസ് ദ വേ യു ഷുഡ് ബി, ദിസ് ഈസ് റൈറ്റ്, ദിസ് ഈസ് റോങ്, ദിസ് ഈസ് വാട്ട് ദ സൈക്കോളജിസ്റ്റ് സേസ് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം നമ്മുടെ കൺഫ്യൂഷൻ കൂട്ടുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം. അതുകൊണ്ട് ദിസ് നീഡ്സ് അറ്റൻഷൻ. ഇപ്പോൾ ശരിക്കും ഈ ഒരു ടേം തന്നെ വന്നിട്ടുണ്ട്, മെനോ ഡിവോഴ്സ് എന്ന് പറയുന്നത്. കാരണം വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 70% ഓഫ് ദ ഡിവോഴ്സസ് ത്രൂ ഔട്ട് ദ വേൾഡ് ഇസ് ഇനീഷ്യേറ്റഡ് ബൈ എ വുമൻ അബൌവ് 40. കാരണം 40s കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പീപ്പിൾ പ്ലീസിങ്ങും എല്ലാവരെയും പ്ലേസ് ചെയ്ത് എല്ലാവരുടെയും അപ്രൂവലും വാലിഡേഷനും ഗുഡ് ബുക്സും എല്ലാവരെയും ഹാപ്പി ആക്കുന്നത് മതിയാക്കി ഇനഫ് ഈസ് ഇനഫ്, ഐ ഡിസേർവ് മോർ എന്നുള്ള തോട്ട് നമുക്ക് വരും. അപ്പോഴാണ് വുമൻ ഗെറ്റ്സ് ദാറ്റ് ഐഡിയ ടു ബി ലിബറേറ്റഡ്. People pleasing, there's an end, there's a stop, because you only live once. Enough is enough, I deserve more എന്നുള്ള തോട്ടിലാണ്. See, now if you look at online media, 70% of the divorce is initiated by a woman above 40. So this is a time to reinvent yourself. ഇത്രയധികം സഫർ ചെയ്യേണ്ട കാര്യമില്ല if there is proper awareness and education. ഇത് നമ്മുടെ വുമൻ മാത്രമല്ല, we have to educate the men also. We love മെന്നിനെ കൂടെ, കാരണം അവർ കഷ്ടതയില്ല. ഇപ്പോൾ ടീനേജ് അഡോളസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പത്തിലുള്ള മക്കൾ, ഈ അഡോളസൻ ഏജിലുള്ളവർ വഴക്കുണ്ടാക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഈ പ്രായത്തിൻ്റെ. പക്ഷേ നമ്മുടെ ഒരു എന്തെങ്കിലുമൊക്കെ മൂഡ് സ്വിങ്സും മൂഡ് ഫ്ലക്ച്വേഷൻസും ഇറിറ്റേഷനും അനോയൻസും ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, ദേഷ്യവും ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ ഇതെന്താ ഈ അമ്മ ഇങ്ങനെ പെരുമാറുന്നത്, അവർക്കത് മനസ്സിലാവാൻ പറ്റുന്നില്ല. അപ്പം പലരും പറയുന്നതാണ്, ഇപ്പോൾ പറയുന്നല്ലോ പിന്നെ പറയുന്നത് ഇവർക്ക് എന്ത് പറ്റി കേട്ടോ ഇതൊക്കെ. പക്ഷേ യു ഹാവ് ടു ബി പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ എങ്ങനെ മാസ്കുലിൻ ആയിട്ട് നിന്നാലും ബോഡി പറയാൻ ഐ ആം ഫെമിനിൻ, ഐ നീഡ് എനർജി, നർച്ചറിങ്, റെസ്റ്റ് ആൻഡ് കെയർ. അപ്പോൾ ബോഡി പറയാൻ ഐ ആം ഫെമിനിൻ, യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ മീ. അപ്പോൾ നമ്മളിനി എങ്ങനെ പവർഫുൾ, എത്ര തൻ്റെയിടത്തോടു കൂടി നിന്നാലും യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ യുവർ ബോഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെരിമെനോപോസ് നമ്മൾ യു ഹാവ് ടു പേ ഗുഡ് അറ്റൻഷൻ ആൻഡ് ഇതിന് വേണ്ട നോളജും ഒക്കെ വായിച്ചും മനസ്സിലാക്കി. ആൻഡ് വി ഹാവ് ടു ക്രിയേറ്റ് എ സിസ്റ്റംഹുഡ്. നമ്മൾ സ്ത്രീകൾ വേണം ഈ ഒരു മൂവ്മെൻറ്റ് എടുക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ. സോ വി ഷുഡ് സ്റ്റാർട്ട് ദ വേവ്, അല്ലേ? ലെറ്റ് us start the wave and understanding. So we can ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ലെനയുടെ ഒരു ബുക്ക് റിലീസിന് ഞാൻ പോയിരുന്നു. അതിൽ വുമനോപോസ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്, അബൌട്ട് ദിസ് പെരിമെനോപോസ്. ലെന പറയുന്നത് വുമനോപോസ് ആണ് ഐഡിയൽ നെയിം, കാരണം മെനോപോസിൽ മെന്നല്ലേ വരുന്നത്. സോ ദിസ് ഇസ് വുമനോപോസ്. സോ ഐ വെന്റ്, so
Okay, I think time is up. So thank you so much for this.